സുഭാഷ് ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഞങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന RSPയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം കൊല്ലം ലോക്സഭാ അംഗം കൂടിയായ നമ്മുടെ അഭിനന്ദനായ സഖാവ് NK പ്രേമചന്ദ്രൻ, ഈ ഉജ്ജ്വലമായ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള നമ്മുടെ പ്രിയങ്കരായ നേതാവ് ശ്രീ KC വേണുഗോപാൽ, വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന പ്രിയങ്കരായ നേതാക്കന്മാർ RSPയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ KS വേണുഗോപാൽ, ശ്രീ V ശശികുമാരൻ നായർ, ശ്രീ ഡബ്ല്യശ്ശേരി സുരേന്ദ്രൻ, പ്രിയപ്പെട്ട ശ്രീ പാങ്ങോട് സുരേഷ്, പ്രിയങ്കരായ ഇവിടെ സ്വാഗതം ആശംസ UDFന്റെ കൺവീനർ ശ്രീ കരുണ ഫ്രാൻസിസ്, ശ്രീ സുബേർ അവർ, വേദിയുടെ രണ്ടാം നിരയിലിരിക്കുന്ന ഏറെ ബഹുമാന്യരായ നേതാക്കന്മാരെ, ഐക്യജനാധിപത്യയുടെ പ്രിയങ്കരനായ സാരഥി ശ്രീ ഉല്ലാസ് പോവും, ഐക്യജനാധിപത്യയുടെ പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, സുഹൃത്തുക്കളെ, ഏപ്രിൽ മാസം 9 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഐക്യജനാധിപത്യയുടെ സ്ഥാനാർത്ഥി ശ്രീ ഉല്ലാസ് പോവിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അതിന്റെ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ് ഈ തറവാട് ഓഡിറ്റോറിയത്തിൽ സമ്മേളിച്ചിരിക്കുന്നത്. ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന അത്രയും ആളുകൾ അഥവാ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഓഡിറ്റോറിയത്തിന് പുറത്തുണ്ട്. നമ്മുടെ പ്രിയങ്കരായ നേതാവ് ശ്രീ KC വേണുഗോപാൽ എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തോടൊപ്പം അവരെല്ലാം ഈ ഹാളിൽ പ്രവേശിക്കും എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷെ അങ്ങനെ പ്രവേശിക്കുമ്പോൾ അവർ എവിടെ ഇരിക്കുമെന്നുള്ള ഒരു പ്രശ്നമാണ്. കാരണം കസേരകളെല്ലാം ഏതാണ്ട് കുറെ പേർക്ക് ബാൽക്കണിയിൽ ഇരിക്കാൻ കഴിയും, മറ്റുള്ളവരെല്ലാം നിറഞ്ഞു കവിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഒരുപക്ഷെ കുന്നത്തൂരിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഒരു കൺവെൻഷനാണ് എന്ന് പറയുന്നത്. കയ്യടിയൊക്കെ നന്നായി കൊള്ളാം, പക്ഷെ വോട്ട് എണ്ണുമ്പോൾ സ്ഥാനാർത്ഥി ജയിക്കണം. അതൊരു പുതിയ യാത്രയെ ഈ കുന്നത്തൂരിൽ വന്നപ്പോൾ തന്നെക്കാളും സ്വീകരണം നൽകി. ആവേശകരമായ സ്വീകരണമായ, ഉജ്ജ്വലമായ സ്വീകരണം. ആ സ്വീകരണ സമ്മേളനത്തിൽ പുതുയുഗ യാത്രയുടെ നായകൻ ശ്രീ VD സതീശൻ നമ്മളോടൊരു ചോദ്യം ചോദിച്ചു. അത് ആ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനിപ്പോ പരിഗണില്ലായിരുന്നു. എന്തായിരിക്കും നിങ്ങൾ നൽകുന്ന മറുപടി എന്ന കാര്യത്തിൽ എനിക്ക് അല്പം ആശങ്കയുണ്ടായിരുന്നു. അതേ ചോദിച്ചു, കേരളത്തിലെ ഐക്യജനാധിപത്യത്തിന് വേണ്ടി 100 സീറ്റുകളിൽ നേടി അധികാരത്തിൽ വരാൻ പോവുകയാണ്. ആ 100 സീറ്റിൽ കുന്നത്തൂരിൽ നിന്ന് MLA ഉണ്ടാകുമോ? നിങ്ങൾ എല്ലാവരും പറഞ്ഞ കുന്നത്തൂരിൽ നിന്ന് തീർച്ചയായും MLA ഉണ്ടാകും എന്ന്. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് ഉറപ്പ് നൽകിക്കൊണ്ട് കൈയടിച്ചപ്പോൾ എനിക്ക് സമാധാനമായി. എന്റെ ആശങ്ക മാറി. കാരണം പരസ്യമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് നിങ്ങളോട് ചോദിച്ചത്. നിങ്ങൾ കരഘോഷം മുഴക്കിയതും എന്റെ ഓർമ്മയിലുണ്ട്. അതിനർത്ഥം നിങ്ങൾ ഇത്തവണ ഉല്ലാസ് പോവിനെ കേരള നിയമസഭയിൽ തിരഞ്ഞെടുത്തയക്കും എന്ന ഉറച്ച തീരുമാനത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രിയപ്പെട്ടവരെ, ശ്രീ ഉല്ലാസ് പോവൂർ 3ാമത്തെ പ്രാവശ്യമാണ് മത്സരം. ഒന്നിൽ പിഴച്ചാൽ അതിനപ്പം പോകുന്നില്ലല്ലോ. അവ തീർച്ചയായും ഒന്നാമത്തെ 2ാമത്തതും ഒക്കെ 3ാമത്തതും ചരിത്ര സംഭവമാക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഞാൻ വിചാരിച്ച കുഞ്ഞുമണിച്ചോടെങ്കിലും ഒന്ന് മാറ്റത്തിന് വിചാരിച്ചു. കുഞ്ഞുമോൻ വീണ്ടും മത്സരിക്കും. ഈ നിയോജകമണ്ഡലത്തിൽ 25 വർഷക്കാലം
MLA ആയിരുന്ന കുഞ്ഞുമോൻ വീണ്ടും ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് കുഞ്ഞുമോൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിച്ചിട്ടും ഇയാളെ ഒന്ന് മാറ്റാൻ വേണ്ടിയുള്ള എല്ലാ പണിയും. പക്ഷേ പുള്ളി അവിടെ നിലവിളിച്ച് കരഞ്ഞ് പറഞ്ഞ പിണറായിയുടെ മുന്നില് സർട്ടാങ്ക വീണപ്പോഴാണ് എന്നാൽ ഒരു പ്രാവശ്യം ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിക്കുന്നത്. അപ്പൊ ഈ കുന്നത്തൂരിൽ ഒരു മാറ്റം വേണ്ടി ഈ കുന്നത്തൂരിൽ ഉല്ലാസപൂർണ്ണ നിയമസഭയിലേക്ക് അയച്ച് കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്ന UDA ഗവൺമെന്റിന്റെ ഭാഗമായി നിന്നുകൊണ്ട് കുന്നത്തൂരിലെ ജനങ്ങൾ സ്വപ്നം കാണുന്ന വികസന പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിന് യാഥാർത്ഥ്യമാക്കണ്ടേ. 25 വർഷക്കാലം നമ്മുടെ മണ്ഡലം എങ്ങോട്ട് പോയി? മറ്റു നിയോജകമണ്ഡലങ്ങളെല്ലാം തന്നെ വികസന കുതിപ്പിലേക്ക് മാറിയപ്പോൾ ഒരു താലൂക്ക് ആസ്ഥാനം ഉൾപ്പെടുന്ന ഈ കുന്നത്തൂർ നിയോജകമണ്ഡലം അധപ്പതനത്തിന്റെ പടുകുഴിയിലല്ലേ ഇപ്പോഴും? നമുക്കൊരു KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ടോ? നമുക്കൊരു താലൂക്ക് ആശുപത്രി ഉണ്ടോ? നമുക്കൊരു ടൗൺ ഹാൾ ഉണ്ടോ? നമുക്കൊരു നല്ല ഒരു സിവിൽ സ്റ്റേഷൻ ഉണ്ടോ? ഒരു കോർപ്പറേറ്റ് കോംപ്ലക്സ് ഉണ്ടോ? ഒരു താലൂക്ക് ആസ്ഥാനത്തിന് വേണ്ട മറ്റ് താലൂക്ക് ആസ്ഥാനങ്ങളിൽ കാണുന്ന ഏതെങ്കിലും സൗകര്യങ്ങൾ 25 വർഷക്കാലത്തിനിടയിൽ കുന്നത്തൂരിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുണ്ടോ? കുന്നത്തൂർ ഞാൻ കല്യാണം കഴിക്കാത്തത് ശാസ്താംകോട്ട കായലിന്റെ എന്താണ് കാമുകി ആ ശാസ്താംകോട്ടക്കാരന് വേണ്ടി 25 വർഷക്കാലം MLA ആയി പ്രവർത്തിച്ചിട്ട് സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് ശാസ്താംകോട്ട കോയിൽ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു അതോറിറ്റി, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി, ശാസ്താംകോട്ടക്കായലിന്റെ സമഗ്രമായ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി അധികാരമുള്ള ഒരു ബോഡി ഇവിടെ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. നമുക്കറിയാം കേന്ദ്ര ഗവൺമെന്റ് ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകൾ വികസിപ്പിച്ചെടുക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് കൊടുക്കുന്നു. സംസ്ഥാനം കേന്ദ്രത്തിൽ നൽകുന്ന പദ്ധതിക്ക് ആണ് പണം കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 25 വർഷക്കാലത്തിനിടയിൽ മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന പഞ്ചായത്ത് ലോകത്ത് സിനിമാക്കാരുടെ ഒരു പ്രധാന താവളമായി മൺട്രോത്തുരുത്ത് മാറിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ മൺട്രോത്തുരുത്തിൽ ഷൂട്ട് ചെയ്ത സിനിമ പൊന്മാൻ, നിരവധി അവാർഡുകൾ വാങ്ങിയ പൊന്മാൻ, ആ സിനിമ ഷൂട്ടിലൂടെ അങ്ങനെയുള്ള പ്രകൃതി സൗന്ദര്യവും കായിക കടലും ഒരുമിക്കുന്ന അതിമനോഹരമായ മൺട്രോത്തുരുത്തിന്റെ അനന്തമായ ടൂറിസ്റ്റ് സാധ്യതകൾ വികസിപ്പിക്കാൻ ഏതെങ്കിലും ഒരു പദ്ധതി ഇവർക്ക് നടപ്പാക്കാൻ കഴിയും. ചോദിച്ച് പറഞ്ഞു പോയാൽ ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇവിടെ ഐക്യമില്ല, പോളിടെക്നിക് ഇല്ല, ഗവൺമെന്റ് കോളേജ് ഇല്ല. ഗവൺമെന്റിന്റെ ഉടമസ്ഥ കോളേജ് ആകെയുള്ള ശാസ്താംകോട്ട ദേവസ്വം ബോർഡിന്റെ കോളേജാണ്. അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ IT കമ്പനികൾ ഒക്കെ ഇവിടെ വന്നിട്ടും അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലും നമ്മുടെ സംസ്ഥാനത്ത് വന്നിട്ടും കുന്നത്തൂര് 25 വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു കുന്നത്തൂര് അത് തന്നെയാണ് ഇപ്പോഴും കുന്നത്തൂരായി നിലനിൽക്കുന്നത്. ഒരു മാറ്റവും. അതുകൊണ്ട് മാറണ്ടേ? ഐക്യജനാധിപത്യങ്ങളുടെ അധികാരത്തിൽ നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് പുതുകെ യാത്രയെ പ്രസംഗിച്ചു. ഐക്യജനാധിപത്യത്തിന് വ്യക്തമായ ദിശാബോധത്തോടുകൂടി ഐക്യജനാധിപത്യത്തിന്റെ അധികാരത്തിൽ വരുമ്പോൾ അടുത്ത 5 വർഷക്കാലം കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന വിസ്മയാത്മകമായ വികസന പദ്ധതികളെ കുറിച്ച് അത് നമ്മളോട് സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യത്തിന് പരാജയപ്പെട്ടിടത്ത് UDF വിജയിക്കും. പൂച്ചപ്പെട്ടി കിടക്കുന്ന ഖജനാവിൽ പണം കൊണ്ട് നിറയ്ക്കും. അങ്ങനെ ഖജനാവ് പണം കൊണ്ട് നിറച്ചതിനു ശേഷം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ UDF മുന്നോട്ട് വരും. ചുമ്മാ ഒരു യാത്രയല്ല, വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി. അടുത്ത 5 വർഷം UDF അധികാരത്തിൽ വരുമ്പോൾ സർക്കാർ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ, പെൻഷൻകാരുടെ പ്രശ്നങ്ങൾ, ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെ പ്രശ്നങ്ങൾ,
ആശാവർക്കന്മാരുടെ പ്രശ്നങ്ങൾ, അംഗൻവാടി വർക്കന്മാരുടെ പ്രശ്നങ്ങൾ, കശുവണ്ടി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ എല്ലാത്തിനും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ചെയ്യാൻ പോകുന്നത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ കാഴ്ചപ്പാടും വികസന കാഴ്ചപ്പാടും നമ്മുടെ ഐക്യജനാധിപത്യം മുന്നോട്ട് പോകും. നമ്മുടെ പ്രകടനപത്രിക വരാൻ പോകുന്നു. ആ പ്രകടനപത്രിക ഒരുപക്ഷേ ഇന്ത്യയിലെ കേരളത്തിൽ ആർക്കും പുറത്തിറക്കാൻ കഴിയാത്ത ജനകീയമായ ഒരു പ്രകടനപത്രിക ഐക്യജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കാൻ കഴിയും. നമുക്കറിയാം, നമ്മുടെ പ്രിയങ്കരായ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി തിരുവനന്തപുരത്ത് മുത്തരിക്കണ്ട മൈതാനിയിൽ വന്ന് പ്രസംഗിച്ചതാണ്. പുതുയുഗ യാത്രയുടെ സമാപനത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു, ഞാനിതാ കേരളത്തിലെ ജനങ്ങൾക്ക് 5 ഉറപ്പുകൾ തരുന്നു. ഗ്യാരണ്ടി, 5 ഗ്യാരണ്ടി തരുന്നു. ഈ ഗ്യാരണ്ടികൾ തന്നെ തെലങ്കാനയിലും കർണാടകത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. അവിടെ കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്ന് 3 മാസങ്ങൾക്ക് തന്നെ രാഹുൽ ഗാന്ധി തെലങ്കാനയിലെയും കർണാടകത്തിലെയും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, 5 വാഗ്ദാനങ്ങൾ നടപ്പാക്കുകയുണ്ടായി. എന്താണ് രാഹുൽ ഗാന്ധി പുത്തരിക്കണ്ടത്ത് പ്രഖ്യാപിച്ച 5 വാഗ്ദാനങ്ങൾ? 1, കേരളത്തിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ അമ്മമാർക്കും സഹോദരിമാർക്കും KSRTC ബസ്സിൽ സൗജന്യ യാത്ര. സ്ത്രീകളാക്കിയ കൈയിരിക്കാൻ അപ്പോഴവിടെ ഗണേശൻ പറഞ്ഞെന്താണ്? ആര് ട്രാൻസ്പോർട്ട് മന്ത്രി, അയാളിപ്പോ അടുത്ത മാസം ട്രാൻസ്പോർട്ട് കയ്യിൽ പോകുക. അടുത്ത വേറെ ട്രാൻസ്പോർട്ട് മന്ത്രി, UDFന്റെ ട്രാൻസ്പോർട്ട് മന്ത്രി അധികാരത്തിൽ വരും. ഗണേശൻ പറഞ്ഞു, ഇതൊക്കെ നടക്കും. കേരളത്തിലെ സ്ത്രീകൾക്കെല്ലാം സൗജന്യ യാത്ര കൊടുത്ത KSRTC അമർച്ചമുട്ടേണ്ടി വരില്ലേ? അത് ഗണേശൻ വിഷമിക്കണ്ട. KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തതുകൊണ്ട് വരുന്ന അധിക സാമ്പത്തിക ബാധ്യതയൊക്കെ നോക്കാൻ UDF ഗവൺമെന്റിന് അറിയാം. അതിന് ഞങ്ങളുടെ കയ്യിൽ പദ്ധതിയുണ്ട്. തെലങ്കാനയിൽ സൗജന്യ യാത്ര നടക്കുകയാണ്, അവിടെ ഒന്നും സംഭവിച്ചില്ല. കർണാടകത്തിൽ സൗജന്യ യാത്ര, അവിടെ ഇപ്പോഴും സ്ത്രീകൾ സൗജന്യമായ യാത്ര ഒന്നും സംഭവിച്ചില്ല. ഒരു KSRTC കൂട്ടി. അപ്പൊ അതോടെ ഗണേശൻ മെനക്കെടണ്ട, ബുദ്ധിമുട്ടണ്ട. അതിന് ചക്കുറപ്പുള്ള ആണത്തമുള്ള KSRTCയെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മന്ത്രി UDFിൽ ഉണ്ടാകും എന്ന് ഞാൻ മന്ത്രിയെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ ഉറപ്പ് രാഹുൽ ഗാന്ധി എന്താണ്? സ്കൂളുകളിൽ കോളേജിൽ പഠിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് 1000 രൂപ മാസത്തോളം അവരുടെ അക്കൗണ്ടിൽ സൗജന്യമായി അക്കൗണ്ടിൽ 1000 രൂപ മാസത്തോളം അവരുടെ ചെറുപ്പമായ ചെറിയ ചെലവുകൾ. മൂന്നാമത്തെ വാഗ്ദാനം എന്താണ്? പാവപ്പെട്ട രോഗികൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ നൽകുവാൻ 25 ലക്ഷം വരെ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പാക്കുമെന്ന്. ഇവിടെ ആസ്റ്ററിലും അമൃതയിലും അതുപോലെ തന്നെ കിംസിലും അങ്ങനെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന ഭീമമായിട്ടുള്ള 25 ലക്ഷം രൂപ വരെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. പിന്നെന്താണ് പറഞ്ഞത്? നാലാമത്തെ വാഗ്ദാനം അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർ BA, BSc, MA, MBA ഒക്കെ പാസ്സായി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ, ചെറുപ്പക്കാർ, അവർക്കുടൻ തന്നെ തൊഴിൽ കിട്ടിയെന്ന് വരില്ല, സർക്കാർ ജോലി കിട്ടിയെന്ന് വരുന്നില്ല. അവർക്ക് ഒരു സർക്കാർ ജോലി കിട്ടുന്നതുവരെ സ്റ്റാർട്ടപ്പുകൾ, അതായത് കാഫ്റ്റീരിയ, കഫേ, ഓൺലൈൻ, അക്ഷയ, ഇങ്ങനെയുള്ള തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ 5 ലക്ഷം രൂപ വരെ പലിശയില്ലാത്ത വായ്പ ചെറുപ്പക്കാർക്ക് നൽകുമെന്നാണ് നാലാമത്തെ. അഞ്ചാമത്തെ ഉറപ്പെന്താണ് രാഹുൽ ഗാന്ധി നൽകിയത്? അഞ്ചാമത്തെ ഉറപ്പ് 2000 രൂപയാണ് ഇപ്പൊ പെൻഷൻ. 2000 രൂപ 1700 കിട്ടിക്കൊണ്ടിരുന്നത്. അത് 2000 രൂപ. അതെ, ഞാൻ പറഞ്ഞത് ഒക്കെ വെടിവെക്കുന്നു. 2000 രൂപ പെൻഷൻ അക്കാപ്പിച്ചത് വർദ്ധനമല്ല, 3000 രൂപയായി പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് ഒറ്റയടിക്ക് 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. അപ്പോ മാസത്തിൽ പറയുന്നത് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നിങ്ങളത് ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി. കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കും. 3000 രൂപയുടെ പെൻഷൻ ഈ 5 ഉറപ്പുകളാണ്.
DC പ്രസിഡന്റ് വന്നു. DCC പ്രസിഡന്റ് വന്നാൽ AC വേണുഗോപാൽ ഉടൻ തന്നെ എത്തുമെന്നതിന്റെ ഒരു സൂചനയായി ഞാൻ കാണുകയാണ്. ഞാൻ പറഞ്ഞത് 5 ഉറപ്പുകൾ, 5 ഗ്യാരണ്ടി. ഈ 5 ഗ്യാരണ്ടീസ് ഇത് വെറുതെ പറഞ്ഞതല്ല. നമ്മൾ ജനങ്ങളോട് പറയണം, നമ്മുടെ വീടുകളിൽ കയറുമ്പോൾ പറയണം, രാഹുൽ ഗാന്ധിയുടെ 5 ഗ്യാരണ്ടിയുടെ കാർഡുകൾ നമ്മൾ തരാൻ പോവുകയാണ്. നിങ്ങൾക്ക് വീടുകളിൽ പോയി സ്പോട്ട് പോകുമ്പോൾ അമ്മമാരോട് സഹോദരിമാരോട് വിശദീകരിക്കാൻ വേണ്ടി വിശദമായിട്ടുള്ള 5 ഉറപ്പുകൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടി അത് നിങ്ങൾക്ക് കാർഡുകളായി നിങ്ങൾ അടിക്കേണ്ട ഇലക്ഷൻ കമ്മിറ്റി അടിക്കേണ്ട കാർഡ് ഞങ്ങൾ എത്തിച്ചേരും. അത് വീടുകളിൽ കൊടുത്താൽ മതി. ഇത് കർണാടകത്തിലും തെലങ്കാനയിലും നടപ്പാക്കി വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. ആ 5 ഉറപ്പുകൾ കേരളത്തിൽ നമ്മൾ നടപ്പാക്കുമെന്ന് ഇവിടെ ഉറപ്പാണ് പറഞ്ഞിരിക്കുകയാണ്. ഐക്യജനാധിപത്യത്തിൽ വെറുകയോടെല്ലാം മത്സരിക്കുന്നു. ഒന്ന് പുതിയ യാത്രയിൽ നമ്മൾ മുന്നോട്ട് വെച്ച UDFന്റെ വികസന കാഴ്ചപ്പാടുകൾ. 2 ശ്രീ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുന്ന 5 ഉറപ്പുകൾ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക്, രോഗികൾക്ക്, സ്ത്രീകൾക്ക് എല്ലാവർക്കും ഗുണകരമായ 5 ഉറപ്പുകൾ. ഇങ്ങനെയാണ് UDF മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യത്തിനെ സംബന്ധിച്ച് നമുക്ക് ഭയപ്പാടില്ല. ഇപ്പൊ എന്താ പുതിയ മുദ്രാവാക്യം? ഈ തെരഞ്ഞെടുപ്പ് ഓരോ തന്നെ LDF അനിലുണ്ട് മുമ്പ് വന്ന്, പിന്നെ ഇങ്ങനെ പല മുദ്രാവാക്യങ്ങളൊക്കെ കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പായി പിണറായി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി LDF സർക്കാർ ചേർന്ന് ഇത്തവണ LDF അല്ലാതെ മറ്റാരുണ്ട്. അതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ LDFന്റെ മുദ്രാവാക്യം. എന്നാൽ ഞാൻ ലളിതമായ ഭാഷയിൽ പറയുന്നു, LDF അല്ലാതെ മറ്റാരുണ്ട് എന്നതിനുള്ള ലളിതമായ ഉത്തരം UDF എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് ഈ ചോദ്യത്തിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2 വർഷങ്ങൾക്ക് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-18 ലോക്സഭാ മണ്ഡലത്തിൽ നമ്മൾ വിജയക്കൊടി ഉൾപ്പെടെയുള്ള 18 MPമാർ ഈ സംസ്ഥാനത്ത് വിജയിച്ചു. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യത്തിന് ഒന്നാമത്തെ ഉത്തരം. രണ്ടാമത്തെ ഉത്തരം എന്താണ്? 5 നിയമസഭാ സീറ്റ് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. തൃക്കാക്കരയിൽ, അത് കഴിഞ്ഞ് എവിടെ, പുതുപ്പള്ളി, പിന്നെ പാലക്കാട്, പിന്നെ ചേലക്കര, നിലമ്പൂർ. 5 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. 4ഇടത്ത് UDF ജയിച്ചു, 1ഇടത്ത് മാത്രമാണ് LDF ജയിച്ചത്. അപ്പോൾ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നതിനുള്ള രണ്ടാമത്തെ ഉത്തരം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF ജയിച്ചത് കൊണ്ടാണ്. ഇനി മൂന്നാമത്തെ ഉത്തരം LDF അല്ലാതെ മറ്റാരുണ്ട്. ഈ അടുത്ത കാലത്ത് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF നേടിയ തകർപ്പൻ വിജയം. കേരളത്തിലെ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെടുത്തുകൊണ്ട് LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം നൽകിയിരിക്കുന്നു. ഈ 4ാമത്തെ ഉത്തരമാണ് ഫൈനൽ. നമ്മുടെ ആൻസറാണ് ഏപ്രിൽ മാസം 1 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഏപ്രിൽ മാസം 1 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ LDFന് മറുപടി കൊടുക്കാൻ പോകുന്നു. LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യത്തിന് LDF വേണ്ട, UDF മതി, ഞങ്ങൾ 100 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പോകുന്നു എന്ന് നമ്മൾ പറയാൻ പോകുകയാണ്. അതുകൊണ്ട് LDF അല്ലാതെ മറ്റാര് എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയും കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് അവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ CPM ഉൾപ്പെടെയുള്ള നേതാക്കളെ തികഞ്ഞെടുപ്പി വിസ്മയങ്ങളുടെ കാലഘട്ടമാണ് ഈ കാലഘട്ടം. അതുപോലെ പറഞ്ഞ അവസരം വിസ്മയം. ആദ്യത്തെ വിസ്മയം എവിടെ സംഭവിച്ചു? കൊട്ടാരത്തിൽ 3 പ്രാവശ്യം CPMന്റെ MLA ആയിരുന്ന ശ്രീമതി ഐഷ മുഹമ്മദ്, കേരള രാഷ്ട്രീയത്തിൽ അധികാരികളായിരുന്ന ബാലകൃഷ്ണപിള്ളയെ മലർത്തിയടിച്ച് കേരള നിയമസഭയിലേക്ക് MLA ആയ 3 പ്രാവശ്യം തുടർച്ചയായി ജയിച്ച് 40,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച് ജനങ്ങളെ സ്ഥാനം പിടിച്ച ജനകീയയായ കൊട്ടാരക്കരയിലെ സ്ത്രീകളുടെയും മറ്റ് സാധാരണക്കാരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഐഷ പോറ്റി CPM വിട്ട് കോൺഗ്രസിൽ ചേർന്ന 1ാമത്തെ വിസ്മയം അതായിരുന്നു. 2ാമത്തെ വിസ്മയം തീർന്നില്ല. 2ാമത്തെ വിസ്മയം കണ്ണൂരിലെ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ CPM വിട്ട്
പുറത്തു വന്നു. അദ്ദേഹം UDF-ന്റെ പിന്തുണയോടുകൂടി പയ്യന്നൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. മൂന്നാമത്തെ തളിപ്പറമ്പിൽ MD ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള മത്സരിക്കും. ശ്യാമളാദേവി മത്സരിക്കുന്ന മണ്ഡലത്തിൽ TK ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ കണ്ണൂരിലെ തലമുതിർന്ന നേതാവ് CPM-ന്റെ കോൺഗ്രസിന്റെ UDF-നോടൊപ്പം നിന്നു. അദ്ദേഹം അവിടെ സ്വതന്ത്രമായി മത്സരിക്കുക. അപ്പൊ നാലാമത്തെ പാലക്കാട് മലമ്പുഴയിൽ അച്യുതാനന്ദന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന സുരേഷ് കൈപ്പത്തി ചിഹ്നത്തിൽ പാലക്കാട് മലമ്പുഴയിൽ മത്സരിക്കുന്നു. അതാണ് നാലാമത്തെ വിസ്മയം. തീർന്നോ? ഇല്ല. അഞ്ചാമത്തെ വിസ്മയം ഷൊർണൂരിൽ നിന്ന് 2 പ്രാവശ്യം MLA ആയ KTDC-യുടെ ചെയർമാനായി സേവനമനുഷ്ഠിച്ച PK ശശി CPM-ൽ നിന്ന് രാജിവെച്ച് UDF-ന്റെ പിന്തുണയോടുകൂടി എവിടെ മത്സരിക്കുന്നു? ഷൊർണൂരിൽ. വിസ്മയത്തെ 5. ആറാമത്തെ വിസ്മയം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആരാണ് ആറാമത്തെ വിസ്മയം? ആലപ്പുഴ ജില്ലയിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ്, രക്തസാക്ഷി കുടുംബത്തിൽ നിന്ന് പടിപടിയായി CPM-ന്റെ നേതൃത്വത്തിൽ വന്ന G. സുധാകരൻ CPM-ൽ രാജിവെച്ച് പുറത്തു വന്ന് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി അമ്പലപ്പുഴയിൽ സ്വതന്ത്രമായി മത്സരിക്കുക. ഇനി ഇതിന് താഴെയുള്ള ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. അതിന്റെ കണക്കൊന്നും ഞാൻ പറയാം. CPM ഇങ്ങോട്ടാണ് പോകുന്നത്. ഇങ്ങനെ പോയാൽ CPM-ന്റെ അവസ്ഥ എന്താണ്? CPM-ൽ നിന്ന് പുറത്തു ചാടുകയല്ലേ എത്ര പ്രധാനപ്പെട്ടത്. പിന്നെ BJP നേതാക്കളെ കണക്കെന്ന് ഞാൻ പറയുന്നില്ല, അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കോൺഗ്രസ് UDF-നോടൊപ്പം വന്നവരുടെ കഥകളാണ് നമ്മൾ പറയുന്നത്. ജീർണത ബാധിച്ച CPM പിണറായി വിജയന്റെ ഉപജാപ സംഘമാണ് CPM-നെ നിയന്ത്രിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിച്ച് CPM-ന് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി അധികാരത്തിന്റെയും അതോടൊപ്പം തന്നെ അധികാര ദുർവിനിയോഗത്തിന്റെയും കേന്ദ്രബിന്ദുവായി മാറി. CPM-ന് വരുന്ന വർഗവഞ്ചകന്മാർ, വർഗവഞ്ചകികൾ എന്നൊക്കെയല്ലേ വിശേഷിപ്പിക്കുന്നത്. ഇതാ രമേശ് പിഷാരടി UDF-ന്റെ സ്ഥാനാർത്ഥിയായി പാലക്കാട് മത്സരിക്കുന്നതിനെ തോമസ് ഐസക് വിശേഷിപ്പിച്ചെങ്ങനെയാണ്? കോമാളികൾ. അങ്ങനെയാണെങ്കിൽ മുകേഷ് കോമാളിയാകട്ടെ, അങ്ങനെയാണ് ഇന്നസെന്റ് കോമാളിയാകട്ടെ, വിശേഷണി ആണോ കോമാളി? അതിന് മുമ്പ് എത്ര സിനിമാ താരങ്ങളും എത്ര കോമഡി ആർട്ടിസ്റ്റുകളും ഒക്കെ CPM-ന്റെ ബാനർ അനുസരിച്ചു. തോമസ് ഐസക് വൈകുന്നേരം അതിന് ഇഷ്ടം പിൻവലിച്ചു. പിണറായി വിജയൻ പ്രേമേന്ദ്രനെ എന്താ UDF-ലേക്ക് വന്നപ്പോൾ പ്രേമേന്ദ്രനെ വിശേഷിപ്പിച്ചെന്താണ്? ഞാൻ പറയുന്നത് പ്രേമേന്ദ്രൻ നമുക്ക് പറയാൻ വിഷമമുണ്ട്. പക്ഷേ ഈ സുധാകരനെ കുറിച്ച് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? ചെറ്റ. സുധാകരൻ ചെറ്റെന്നാണോ പറഞ്ഞ തെറ്റെന്നാണ്? നോക്കി, സുധാകരനെ പോലെയുള്ള ഒരു സീനിയർ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പിണറായിക്കൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സീനിയറായിട്ടുള്ള അഴിമതിയുടെ കറവുകളാണ് രക്തസാക്ഷി കുടുംബത്തിൽ നിന്നുള്ള ഒരു നേതാവ്. അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടേറിയറ്റ് ഒഴിവാക്കി, സംസ്ഥാന കമ്മിറ്റിയിൽ ഒഴിവാക്കി, ഏരിയ കമ്മിറ്റിയിൽ ഒഴിവാക്കി, LC ഒഴിവാക്കി, ബ്രാഞ്ചിൽ ഒഴിവാക്കി, എല്ലായിടത്തും ഒഴിവാക്കി മാറ്റിയെടുത്തു. ആ ജീസ്മാരുടെ അവസാനം പിണറായിയുടെ നാൽവർ സംഘം അല്ലെങ്കിൽ ഉപജാപ സംഘം ആലപ്പുഴയിൽ തന്നെ ഒതുക്കുന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ആ പാർട്ടി പിടിച്ചു നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അദ്ദേഹം CPM-ന് പുറത്തു വന്നു. അങ്ങനെ പുറത്തു വന്ന CPM-നെ പുറത്തു വന്ന സുധാകരനെ വിശേഷിപ്പിച്ചത് പരമചന്ദ്രൻ. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ G. സുധാകരനെ പരമചന്ദ്രൻ വിശേഷിപ്പിച്ചുവെങ്കിൽ അതിന് മറുപടി ആരെങ്കിലും, ഞാൻ പറയുക നമ്മളെ പറയാൻ സാധ്യതയില്ല, നമ്മളൊക്കെ പറയുന്നില്ല, വേറെ ആരെങ്കിലും പിണറായി വിജയൻ പുരോഗതിയാണെന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ പറയുന്നത് സൂക്ഷിച്ച് പറയട്ടെ. പ്രേമേന്ദ്രനെ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ G. സുധാകരനെ ചെറ്റ പരമചന്ദ്രൻ സുധാകരൻ ഞാൻ ചെറ്റെ അഭിമാനിക്കുന്നു. കാരണം ചെറ്റക്കുള്ളിൽ ധാരാളം ആളുകൾ താമസിക്കുന്നുണ്ട്, പാവപ്പെട്ടവർ. അതുകൊണ്ട് തന്നെ ആ ചെറ്റക്കുള്ളിൽ താമസിക്കുന്നവരിൽ ഒരാളായി ഞാൻ മാറുകയാണ്. ചെറ്റ എന്ന് പറഞ്ഞാൽ എനിക്ക് അത് വലിയ അംഗീകാരമാണ് സുധാകരൻ എന്ന് മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കമ്മ്യൂണിസ്റ്റ് സംസ്കാരം, ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷ. പ്രിയപ്പെട്ട മാർക്സിസ്റ്റുകാരെ എന്താണ് സച്ചിദാനന്ദൻ പറഞ്ഞത്?
പ്രശസ്ത എഴുത്തുകാരൻ കവിയും സാഹിത്യനായകനുമായ സച്ചിദാനന്ദൻ സാറാ ജോസഫ് ഇന്ന് യാക്കോബായ സഭയുടെ നിരണം മദ്രാസിനടുത്ത് അപ്പടിയത്ത അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് സഹയാത്രികനാണ്. ബിഷപ്പൊക്കെ ആണെങ്കിൽ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനാണ്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ വിശ്വസിക്കുന്ന അദ്ദേഹം പറഞ്ഞ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ CPM നോട്ട് ചെയ്യുന്നത് മൂന്നാം പിണറായി സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരരുത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് സഹയാത്രികരും എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഒക്കെ തന്നെ പറയുന്നതാണ് ഇനി കേരളത്തിൽ ഒരു മൂന്നാം പിണറായി സർക്കാർ വരരുത്. തുടർച്ചയായി 10 വർഷം ഭരിച്ചത് ഇവർ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് അഴിമതി വീരന്മാരായി മാറി, കൊള്ളക്കാരായി മാറി. ശബരിമല സ്വർണ്ണക്കൊള്ള ആരാണ്? കടകംപള്ളി സുരേന്ദ്രൻ, പത്മകുമാർ, വാസു, വിജയകുമാർ, എത്ര പേരാണ് അകത്ത് പോയത്? കടകംപള്ളി അകത്ത് പോകാതെ പുറത്ത് നിൽക്കുകയാണ്. പോകും. ഇപ്പൊ പോയില്ലെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ കൊള്ള സംഘത്തിന്റെ തലവനായി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു. അഴിമതി സാമ്പത്തികമാണ്. ഭാര്യയ്ക്കും മക്കൾക്കും ബന്ധുക്കൾക്കും കൊച്ചുമക്കൾക്കുമെല്ലാം ഈ ഭരണത്തിന്റെ സൗഭാഗ്യം നേടിക്കൊടുക്കുന്നു. ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്ന് കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്നു. ബംഗാളിൽ 35 വർഷം തുടർച്ചയായി മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുകയും അവിടെ അഴിമതിയും ധൂർത്തവും അതുപോലെ സ്വജനപക്ഷപാതവും ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള ഭരണം, കൊലപാതകം, അക്രമങ്ങൾ, അങ്ങനെ 35 വർഷം പശ്ചിമ ബംഗാൾ ഭരിച്ച മാർക്സിസ്റ്റ് പാർട്ടി അവിടെ തകർന്നടിഞ്ഞു. ഇപ്പോൾ അവിടെ മാർക്സിസ്റ്റ് പാർട്ടി ഇല്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും നോമിനേഷൻ കൊടുക്കാൻ ആളില്ലാത്ത പാർട്ടിയായി ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടി മാറി. ത്രിപുരയിൽ മറിച്ചല്ല. ത്രിപുരയിൽ 30 വർഷമായി തുടർച്ചയായി ഭരിച്ച പാർട്ടി ഇന്ന് അവിടെ ഇല്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാകണം. ഇടതുപക്ഷം കേരളത്തിന് മുന്നിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ഇടതുപക്ഷ സഹയാത്രികരും മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ വിശ്വസിക്കുന്ന സാധാരണക്കാരായ വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ പറയുന്നു, മൂന്നാം പിണറായി സർക്കാർ വന്നാൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകും. കേരളത്തിന്റെ ചരിത്രത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുമെന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് നമ്മളെക്കാൾ വലിയ ആവേശത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി പരസ്യമായ പ്രചരണമല്ല, രഹസ്യമായി ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന ആത്മാർത്ഥത ഇടതുപക്ഷക്കാരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ CPM-നെയും LDF-നെയും പരാജയപ്പെടുത്തും എന്ന കാര്യത്തെ ആവശ്യമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുകൂലമായ നിരീക്ഷണമാണ്. ജനങ്ങളാകെ നമ്മളെ ഉറ്റുനോക്കുകയാണ്. ഈ ഭരണത്തെ താഴെയിറക്കി UDF-ന്റെ ഗവൺമെന്റ് അധികാരത്തിൽ എത്തുവാൻ വേണ്ടിയുള്ള ഒരു അധികാരത്തിൽ എത്തിക്കുവാൻ വേണ്ടി തീരുമാനമെടുത്തു കഴിഞ്ഞു. എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഈ ഗവൺമെന്റ് ആരോഗ്യരംഗം തകർത്തു, വിദ്യാഭ്യാസ രംഗം തകർത്തു, കാർഷിക മേഖലയിൽ പ്രതിസന്ധി, വന്യജീവി ആക്രമണങ്ങളുണ്ട്, കർഷകരും പാവപ്പെട്ടവരും ബോധ്യപ്പെട്ടി കഴിയുന്നു. ഇവിടെ പഠിച്ച് വിദ്യാഭ്യാസം 10ാം ക്ലാസ് 12ാം ക്ലാസ് പഠിച്ച വിദ്യാർത്ഥികളാരും തുടർന്നിവിടെ പഠിക്കുന്നില്ല. അവരെല്ലാം വിദേശത്തേക്ക് പോകുന്നു. അങ്ങനെ സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാൽ മുന്നോട്ട് പോകുന്ന ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ആശ്വാസകരമെങ്കിൽ അന്തരിച്ചുപോയ ബഹുമാനായ ഉമ്മൻചാണ്ടി കേരളത്തിൽ നടത്തിയ ഭരണം, ജനസമ്പർക്ക പരിപാടികൾ, പദ്ധതി ഉൾപ്പെടെയുള്ള പാവപ്പെട്ടവരെ സ്പർശിക്കുന്ന പദ്ധതികൾ, ലൈഫ് മിഷൻ പദ്ധതികൾ, പട്ടികജാതിക്കാർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, മത്സ്യത്തൊഴിലാളികൾ, കശുവണ്ടി തൊഴിലാളികൾ, നമുക്കറിയാം കൊല്ലം ജില്ല കശുവണ്ടി വ്യവസായത്തിന്റെ 2 ലക്ഷത്തോളം കശുവണ്ടി തൊഴിലാളികൾ പണിയെടുത്ത ഈ ജില്ലയിൽ ഇന്ന് 25,000 കശുവണ്ടി തൊഴിലാളികൾ പോലും ജോലി എടുക്കുന്നില്ല. ഇവർ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ പറഞ്ഞതാണ്, കൂട്ടിക്കിടക്കുന്ന മുഴുവൻ കശുവണ്ടി ഫാക്ടറി ഞങ്ങൾ തുറക്കും. മുതലാളിമാർ, മുതലാളി കമ്പനികൾ അവർ തുറക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അതെല്ലാം ഏറ്റെടുത്ത് തൊഴിലാളികൾക്ക് ജോലി കൊടുക്കും, വ്യവസായങ്ങൾ പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി 10 വർഷം ഭരിച്ചിട്ട് കൂട്ടിക്കിടക്കുന്ന ഏതെങ്കിലും ഒരു കശുവണ്ടി ഫാക്ടറി തുറക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. കുന്നത്തൂർ നിയോജകമണ്ഡലത്തിൽ ഏതാണ്ട് 10-40ഓളം കശുവണ്ടി ഫാക്ടറികൾ കൂട്ടിക്കിടക്കുകയല്ലേ. അവിടെ പണിയെടുത്ത കശുവണ്ടി തൊഴിലാളികളുടെ അവസ്ഥ എന്താണ്? അവർ ESI കിട്ടുന്നുണ്ടോ, PF കിട്ടുന്നുണ്ടോ, അവർക്ക് ഏതെങ്കിലും ആനുകൂല്യം സർക്കാരിന് ലഭിക്കുന്നുണ്ടോ? അവരുടെ അവസ്ഥ എന്താണ്? 10 വർഷം ഭരിച്ചിട്ടും കശുവണ്ടി വ്യവസായത്തിൽ കൂട്ടിക്കിടക്കുന്ന ഫാക്ടറി തുറക്കുവാനോ അവിടെ പണിയെടുത്ത തൊഴിലാളികൾക്ക് ആശ്വാസത്തെ കാര്യമില്ല. അങ്ങനെ എല്ലാ രംഗത്തും പരാജയപ്പെട്ട ഭരണകൂടമാണ്
പിണറായി വിജയന്റെ ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു മാറ്റം വരണമെന്നും കേരളത്തിൽ ഐക്യജനാധിപത്യ അധികാരത്തിൽ തിരിച്ചു വരണമെന്നും കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ക്രമസമാധാന നില തകർന്നു. നമുക്ക് ആളുകൾ നോക്കി നിൽക്കുമ്പോൾ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം ഈ നാടിനെ കെട്ടിപ്പിച്ചതിന്റെ എത്ര സംഭവങ്ങൾ, എത്ര കൊലപാതകങ്ങൾ, എത്ര ബലാത്സംഗങ്ങൾ, എന്തെല്ലാം കണക്കുകൾ പറഞ്ഞാൽ അതിനൊന്നും തീരത്തില്ല. അങ്ങനെ ആശുപത്രി ചികിത്സയ്ക്ക് ചെല്ലുന്നവർക്കുള്ള അവസ്ഥ എന്താണ്? ചികിത്സാ പിഴവ്. ഓപ്പറേഷൻ നടത്താൻ ഉപയോഗിച്ച കത്തിയും സൂചിയും നൂലും ഒക്കെ വയറ്റിളക്കിട്ടുന്നതിന് അത് കുത്തിക്കെട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ആരോഗ്യ കേരളം മാറി. എന്ത് നേട്ടമാണ് ഇവർക്കുണ്ടാക്കിയത്? 10 വർഷക്കാലം ഇടതുപക്ഷം ഭരിച്ചിട്ട് ഈ കേരളത്തിൽ എന്ത് നേട്ടമുണ്ടായി? ഈ പാവപ്പെട്ടവർക്ക് എന്ത് പ്രയോജനമുണ്ടായി? സഖാക്കന്മാർക്കും അവരുടെ മക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും അവരുടെ പാർട്ടിക്കാർക്കും പ്രയോജനമുണ്ടായ ഒരു ഭരണമെന്നല്ലാതെ ഈ കേരളത്തിന് യാതൊരു പ്രയോജനം, അടിസ്ഥാനപരമായ ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഭരണമാറ്റം അത് അനിവാര്യമാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അത് ഉപതെരഞ്ഞെടുപ്പുകളിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അത് വ്യക്തമായി രേഖപ്പെടുത്തി. ഇനി അതിനേക്കാൾ വ്യക്തമായി രേഖപ്പെടുത്താൻ പോകുന്നു. 100 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരും എന്ന് ഞാൻ വീണ്ടും പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കാം. ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മുടെ പ്രിയങ്കരായ സ്ഥാനാർത്ഥി ശിവദാസ് ഗോകുലിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ അത് അധികപ്പെട്ടാവുന്നിരിക്കുകയാണ്. എന്നേക്കാൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന സ്ഥാനാർത്ഥി. 10 വർഷം 2 തെരഞ്ഞെടുപ്പുകൾ തോറ്റിട്ടും 10 വർഷം ഈ നിയോജകമണ്ഡലത്തിലെ സാധാരണക്കാർക്കൊപ്പം ജീവിച്ച സ്ഥാനാർത്ഥിയാണ് ഉല്ലാസ് ഗോകുൽ. തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് ശേഷം ചില ആളുകളുണ്ട് തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ എവിടെയെങ്കിലും കാണുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ കുളിച്ച് ഓർഡറൊക്കെ ഇട്ട് അത് ഉടുപ്പൊക്കെ ഇട്ട് അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്ഥാനാർത്ഥിയായിരിക്കും. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ അനുഭവം ഉല്ലാസ് ഗോകുൽ തന്നെയായിരിക്കും. ഒരുപക്ഷെ ജയിച്ച MLA കണ്ടതിനേക്കാൾ കൂടുതൽ കുന്നത്തൂരിലെ ജനങ്ങൾ കണ്ടിട്ടുള്ളത് ഈ പാവപ്പെട്ട ഉല്ലാസ് ഗോകുലിനെയാണ്. അതല്ലേ യാഥാർത്ഥ്യം. അതാണ് എന്ത് ആവേശം തോന്നി. അതാണ് ജയിച്ച MLA. ഈ നിയോജകമണ്ഡലത്തിൽ 10 വർഷക്കാലം നിറഞ്ഞു നിന്നത് തോറ്റ സ്ഥാനാർത്ഥിയായ ഉല്ലാസ് ഗോകുലാണ്. അതുകൊണ്ട് തന്നെ ഉല്ലാസ് ഗോകുലിന്റെ വിജയം ഒരു നാച്ചുറൽ വിജയമായി, അതായത് ഒരു സ്വാഭാവികമായ വിജയത്തിലേക്കാണ് ഉല്ലാസ് ഗോകുൽ പോകാൻ പോകുന്നത്. കൊല്ലം ജില്ലയിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോകുന്ന UDF സ്ഥാനാർത്ഥി ഉല്ലാസ് ഗോകുലായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചെലുത്തുന്നു. നന്ദി, നമസ്കാരം. ജയ്.